ഇന്നെനിക്കൊരു പായസം കുടിക്കാനുള്ള മോഹം തോന്നി കേട്ടോ. കാരണം എന്താണെന്ന് ഉച്ചവരെ നല്ല ഒന്നാം തരം വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ തുണിയൊക്കെ അലക്കി ഉണങ്ങാനൊക്കെ സാധിച്ചു. അത് കഴിഞ്ഞ് ഒരു 2:30-3 മണിയായപ്പോൾ തൊട്ട് നല്ല ഒന്നാം തരം മഴ അങ്ങോട്ട് തുടങ്ങി. അപ്പോഴാണ് കേട്ടോ പായസം എന്നുള്ളൊരു മോഹം വന്നത്. പെട്ടെന്ന് നല്ല ഒരു ഗ്ലാസ് നല്ല ഒന്നാം തരം പച്ചരി അങ്ങോട്ട് എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിൽ, അതിലധികം പോകണ്ട കേട്ടോ. അതിലധികം പോയാൽ അതിങ്ങനെ ഒരു പായസ പരിവാകും അരി നേരത്തെ തന്നെ. അപ്പോൾ പായസ പരിവ് ഇപ്പോഴേ ആവണ്ട. അങ്ങനെ നല്ലതായി വെന്ത് കിട്ടിയതാ ഇതേ മോഡലിൽ അങ്ങോട്ട് ഇരിക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ ചെയ്തത് ഗുരുവായൂർ വഴിയെടുത്ത് ഗുരുവായൂർ പോയിട്ട് വന്നപ്പോൾ നമ്മൾ കൽക്കഷ്ണം നമുക്ക് പൂജയുടെ വഴിപാടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചധികം ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അലിയിപ്പിച്ചെടുത്തു കേട്ടോ, ചൂടുവെള്ളത്തിൽ. അതിനുശേഷം ആ അലിയിപ്പിച്ചിലോട്ട് നമ്മൾ റെഡി ആക്കിയെടുത്ത് നമ്മളുടെ പച്ചരി വെന്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാക്കറ്റ് പാലെടുത്തിട്ട് ഞാൻ അതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു. നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. പാലൊഴിച്ചു കുറച്ച് ഞാനതിൽ ബാലൻസും വെച്ചിട്ടുണ്ട്. അവസാനം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു. അത് ഈ പാലിൽ കിടന്നിട്ടൊന്ന് മെല്ലെ തീ കുറച്ച് വെച്ചിട്ട് മെല്ലെ അങ്ങോട്ടൊന്ന് നന്നായിട്ട് ഒന്നും കൂടി അങ്ങ് അങ്ങോട്ട് ആ അരി അങ്ങോട്ട് കുടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് അങ്ങോട്ടാവട്ടെ. അതിനുശേഷം ഞാൻ കുറച്ചധികം ഏലക്ക പഞ്ചസാരയിൽ നന്നായിട്ട് പൊടിച്ചിട്ട് കുറച്ചധികം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നെയ്യ് ഇച്ചിരി അധികം അങ്ങോട്ട് എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. നെയ്യുടെ ടേസ്റ്റ് അങ്ങോട്ട് പൊന്തി നിന്നോട്ടെ. അങ്ങനെ നെയ്ക്കത്തോട്ട് കുറച്ച് മുന്തിരിയും അതുകൂടാതെ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഉണ്ടായിരുന്നു. അത് രണ്ടും അങ്ങോട്ട് വേറെ ഞാൻ അങ്ങോട്ട് വറുത്ത് കോരി, രണ്ടും ഒരുമിച്ചിടാൻ പോയില്ല കേട്ടോ. രണ്ടും വേറെ അങ്ങോട്ട് വറുത്ത് കോരിയിട്ട് നമ്മൾ നല്ല ഒന്നാം തരം അങ്ങനെ വെളുത്ത കടൽ പോലെ ഇരിക്കുന്ന നമ്മുടെ പായസത്തിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ആ നെയ്യുണ്ടല്ലോ എല്ലായിടത്തും അങ്ങോട്ട് പിടിക്കട്ടെ. രുചിയൊന്നും പറയേ വേണ്ട കേട്ടോ. യാതൊരു മടിയില്ലാതെ ഇത് ഉണ്ടാക്കി നോക്കാം. ഏത് ആൾക്കാർക്കും പായസം ഇഷ്ടമില്ലാത്ത ഏത് ആൾക്കാർക്കും ഇത് ഒന്നാം തരമായിട്ട് ഇഷ്ടമാവും. പിന്നെ ഇതിൽ നമ്മുടെ ഗുരുവായൂരത്തെ കൽക്കഷ്ണം കൂടിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. ഒന്നാം തരം ടേസ്റ്റ് ആകട്ടോ. അപ്പം നമ്മൾക്ക് പായസം കുടിക്കാം. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ടാറ്റ. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്.